മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരുടെ വർഷം 2025 ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു ഇടവം രാശിയിലും, ചൊവ്വ മിഥുനം രാശിയിലും, കേതു കന്നി രാശിയിലും, സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നീ 5 ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ 3-ാം തീയതി കർക്കിടകം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ്. അതുപോലെ ഏപ്രിൽ 14-ാം തീയതി സൂര്യൻ മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. ബുധൻ മീനത്തിലാണല്ലോ നിൽക്കുന്നത്. മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ്. എങ്കിലും ഇവിടെ ശുക്രൻ ഒപ്പം നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമായതിനാലും ബുധൻ ഇവിടെ നീചഭംഗമുണ്ടാകുന്നതും അങ്ങനെ നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. മാസാരംഭത്തിൽ മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. മാർച്ച് 29-ാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നത് കാരണം മീനം രാശിയിൽ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിതമാകുന്നതായിരിക്കും. ഇത് വളരെ അശുഭകരമായിട്ടുള്ള ഒരു യോഗമാണ്. ഈ യോഗം ഏകദേശം 50 ദിവസത്തോളം, അതായത് മാർച്ച് 29-ാം തീയതി മുതൽ മെയ് 18-ാം തീയതി വരെ ഉണ്ടാകുന്നതായിരിക്കും. മെയ് 18-ാം തീയതി രാഹു രാശി മാറി കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതുമായിരിക്കും. ശനിയുടെയും രാഹുവിൻ്റെയും സന്ധി കാരണം ഉണ്ടാകുന്ന ഈ പിശാചി യോഗം ഏകദേശം 11 വർഷത്തിൽ ഒരു പ്രാവശ്യം നിർമ്മിതമാകുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിൽ ഈ യോഗം സംഭവിച്ചതായിരുന്നു. അതായത് 2012-13 തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തിലധികം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത്. 2025 ശേഷം വർഷം 2036 കർക്കിടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതും വീണ്ടും പിശാചി യോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിങ്ങളുടെ 2-ാം ഭാവമായ മീനത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒപ്പം രാഹുവും നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് രാഹുവും ശനിയും ചേർന്ന് പിശാചി യോഗവും നിർമ്മിക്കുന്നുണ്ട്. അതിനാൽ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട്. ഇത് ചിലപ്പോൾ കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുമാകാം. പക്ഷേ നേരത്തെ മുതൽ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർ സമയത്ത് മരുന്നുകൾ കഴിക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പുകളും ചെയ്യിക്കണം. അല്ലാത്ത പക്ഷം പ്രശ്നങ്ങൾ കൂടുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത്. 5-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ 2-ാം ഭാവത്തിലാണ്. ഇത് ബുധൻ്റെ നീചസ്ഥാനമാണെങ്കിലും ഇവിടെ ശുക്രൻ നിൽക്കുന്നതിനാൽ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതും ആയിരിക്കും. ബുധൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഈ മാസം. വിദ്യാർത്ഥികൾ പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഇവിടെ രാഹു നിൽക്കുന്നതിനാൽ ഈ സമയത്ത് വിദ്യാർത്ഥികളിൽ ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും. അത് ചിലപ്പോൾ അവരുടെ സബ്ജക്റ്റ്, കോഴ്സ് എന്നിവയുടെ സെലക്ഷനിലും മറ്റും ആകാം. അതിനാൽ ഈ സമയത്ത് മാതാപിതാക്കളുടെ ഗൈഡൻസ് ആവശ്യമായിരിക്കും. ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറിൽ ഒരു അഗ്രസീവ്നെസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഇത് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം പെരുമാറിയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും.
ഇനി കുംഭൻ രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7ാം ഭാവാധിപൻ സൂര്യനാണ്. സൂര്യൻ നിൽക്കുന്നത് നിങ്ങളുടെ 2ാം ഭാവമായ മീനത്തിലാണ്. ഈ സമയത്ത് ഇവിടെ രാഹു ഒപ്പം നിൽക്കുന്നതിനാൽ ഗ്രഹണദോഷം നിർമ്മിതമാകുന്നുണ്ട്. അതോടൊപ്പം ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗവും നിർമ്മിക്കുന്നുണ്ട്. അതിനാൽ ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി സംസാരിക്കുന്നതും പെരുമാറുന്നതും ഈ സമയത്ത് ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. കുടുംബത്തും എല്ലാവരോടും ഒത്തൊരുമിച്ച് പോകുവാൻ ശ്രമിക്കണം. ഏപ്രിൽ 14-ാം തീയതി സൂര്യൻ രാശി മാറി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നതും ദാമ്പത്യ ജീവിതം കൂടുതൽ സുഖകരമാകുന്നതുമായിരിക്കും. ഭാഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കുമെങ്കിലും കാര്യങ്ങളിൽ ആദ്യം ചില്ലറ തടസ്സങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. യാത്രകൾ ചെയ്യുമ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓഫീസിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും മറ്റും വളരെ സൗമ്യതയോടെ ആയിരിക്കണം. കാരണം ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിൽ ഒരു കർക്കശത ഉണ്ടാകുന്നതായിരിക്കും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. വ്യാപാരി വ്യവസായികൾക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി സാമാന്യമായിരിക്കും. പക്ഷേ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും. കുംഭം രാശിക്കാർ ഒരു കാര്യം ഓർക്കണം. മെയ് 18-ാം തീയതി രാഹു രാശി മാറുന്നത് വരെ ശനിയോടൊപ്പം നിൽക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങുന്നതുമായിരിക്കും. ഇതാണ് കുംഭൻ രാശിക്കാരുടെ ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.